ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ടാക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബികോമിനും എംകോമിനും ഷോർട്ട് എസ്സേക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അതായത് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഒരു ഇൻഡിവിജ്വലി എങ്ങനെയാണ് റെസിഡൻ്റ് ആവുക, അതായത് ഓർഡിനറി റെസിഡൻ്റ് ആവുക, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുക, നോട്ട് റെസിഡൻ്റ് ആവുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റെസിഡൻറ്റ് ഓർഡിനറി ആയിക്കോട്ടെ നോട്ട് ഓർഡിനറി ആയിക്കോട്ടെ ഇവരൊക്കെ ഗവൺമെൻറ്റിലേക്ക് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് അടക്കേണ്ടതുണ്ടോ എന്ന് നോക്കുന്നതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ഇൻഡിവിജ്വലിന് ഇന്ത്യയിൽ നിന്നും 50,000 രൂപ ഇൻകം ഉണ്ട്. അദ്ദേഹം ഈ 50,000 രൂപക്ക് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കേണ്ടതുണ്ടോ? അദ്ദേഹം ഓർഡിനറിലി ആണെങ്കിൽ ടാക്സ് അടക്കണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് അടക്കണോ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് അടക്കണോ എന്ന് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് ചോദിക്കും. അത് നമുക്കിതിൻ്റെ പ്രോബ്ലം എന്ത് ചെയ്യാറുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ തിയറി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. 7 കാര്യങ്ങളാണ് ആകെ ഉള്ളൂ. ആ 7 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ തിയറിയും പഠിക്കണം, പ്രോബ്ലം പഠിക്കണം. തിയറിയും ചിലപ്പോൾ ചോദിക്കാം, പ്രോബ്ലവും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നേച്ചർ ഓഫ് ഇൻകം തന്നിട്ടുണ്ട്. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അതായത് ഒരു ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ടാക്സ് കൊടുക്കണോ, നോട്ട് ഓർഡിനറിലി ആണെങ്കിൽ ടാക്സ് കൊടുക്കണോ, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണോ എന്നുള്ളതാണ്. അതിൽ ഒന്നാമത് പറയുന്നത് ഇതാണ്, ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇൻകം കിട്ടുകയാണെങ്കിൽ, ഇൻകം ഇന്ത്യയിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ, അതാണ് ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ശരിക്കും ഇന്ത്യയിൽ കിട്ടിയത് അല്ലെങ്കിലും ഇന്ത്യയിലായിട്ട് കണക്കാക്കപ്പെടും. നമുക്ക് എവിടെ നിന്ന് അറിഞ്ഞില്ല എന്ന്, അല്ല എവിടെ നിന്നാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കും. അതിന് ഇൻകം ഇന്ത്യയിൽ കിട്ടുക അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കുക, അങ്ങനെയാണെങ്കിൽ എന്താണ്, 3നും ടാക്സബിൾ ആണ്. അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറിലി ആണെങ്കിൽ ടാക്സ് കൊടുക്കണം, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഇൻകം കിട്ടുക അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ്ഡ്. ഓക്കെ, രണ്ടാമത്തത് ഇൻകം അറൈസിങ് ഓർ അക്രൂയിങ് ഇൻ ഇന്ത്യ. ഇൻകം അറൈസിങ് ഓർ അക്രൂയിങ് ഇൻ ഇന്ത്യ. ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ, നേരത്തെ വിദേശത്തെ ബിസിനസ്സാണ്, പക്ഷേ ഇൻകം കിട്ടി ഇന്ത്യയിലാണെങ്കിൽ ഇൻകം റിസീവ്ഡ് ആയി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇൻകം അക്രൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അറൈസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണോ, ഇന്ത്യയിൽ നിന്നുള്ള സോഴ്സിൽ നിന്നാണോ ജനറേറ്റ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം, 3നും ടാക്സ് കൊടുക്കണം. ഓർഡിനറിലി ആണെങ്കിൽ ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറിലി ആണെങ്കിൽ ടാക്സ് കൊടുക്കണം, നോൺ റെസിഡൻ്റ് ആണെങ്കിൽ ടാക്സ് കൊടുക്കണം. ഒന്നാമത്തെ ഇൻകം റിസീവ്ഡ് ആണ്, രണ്ടാമത്തെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അതാണ് ഇൻകം അറൈസിങ് ഓർ അക്രൂയിങ് ഇൻ ഇന്ത്യ. ഓക്കെ, മൂന്നാമത്തത് ഇൻകം ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ ആണ്. എന്നാൽ ഇതേപോലെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം എവിടെ നിന്ന് കിട്ടിയത് കറക്റ്റായിട്ട് കണക്കാക്കാൻ കഴിയുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് കിട്ടിയതായിട്ട് കണക്കാക്കപ്പെട്ടു. ഇന്ത്യയിൽ നിന്നും കിട്ടിയതായിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ അതാണ് ഇൻകം ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഡീംഡ് ടു ബി അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും ജനറേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിൽ അതിന് 3നും ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 3നും നമ്മൾ എന്ത് ചെയ്യണം, 3നും ടാക്സ് കൊടുക്കേണ്ടതാണ്. ഏതൊക്കെയാണ്, ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ അല്ലെ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. രണ്ടാമത്തെ ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ അല്ലേ. മൂന്നാമത്തത് ഇൻകം ഡീംഡ് ടു ബി അക്രൂ അറൈസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇൻകം കിട്ടുന്നതാണെങ്കിലും ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതാണെങ്കിലും, ഇന്ത്യ റിസീവ് ചെയ്യുന്നത് കണക്കാക്കുകയാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നതായിട്ട് കണക്കാക്കപ്പെടുകയാണെങ്കിലും എന്ത് ചെയ്യണം, 3ആൾക്കും ടാക്സ് കൊടുക്കണം. ഇനി മാറ്റം വരുന്നുണ്ട്, നോക്കിക്കോ. ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇൻകം റിസീവ് ചെയ്തത് അല്ലെങ്കിൽ അക്രൂ ചെയ്തത്, ജനറേറ്റ് ചെയ്തത് എവിടെയാണ്, ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇന്ത്യക്ക് പുറത്ത് നിന്നാണ്. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ടാക്സബിൾ ആണ്, 3 ടാക്സബിൾ ആണ്. പക്ഷെ അത് ഔട്ട്സൈഡ് ഇന്ത്യയാണ്. എന്നിട്ട് പറഞ്ഞു ബിസിനസ് കൺട്രോൾഡ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ. അതിൻ്റെ ബിസിനസ് കൺട്രോളിങ് അല്ലെങ്കിൽ പ്രൊഫഷൻ സെറ്റപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ കിട്ടുന്നത് എവിടെയാണ്, വിദേശത്ത്. അക്രൂ ചെയ്യുന്നത് എവിടെയാണ്, വിദേശത്ത്. പക്ഷെ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ, ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് കൊടുക്കണം, നോൺ റെസിഡൻറ്റ് ടാക്സ് കൊടുക്കേണ്ടതില്ല. ഓർഡിനറി ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറി കൊടുക്കണം, നോൺ റെസിഡൻറ്റ് ടാക്സ് കൊടുക്കേണ്ടതില്ല. എന്താണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്നത് വിദേശത്ത്, അതിൻ്റെ ബിസിനസ്സിൻ്റെ പ്രൊഫഷൻ സെറ്റപ്പ് ആയിട്ട് അതിൻ്റെ ബിസിനസ് ഓർ പ്രൊഫഷൻ സെറ്റപ്പ് ഇന്ത്യയിലുമാണെങ്കിൽ ആദ്യത്തെ 2 ടാക്സബിൾ, നോൺ റെസിഡൻറ്റ് ടാക്സ് കൊടുക്കേണ്ടതില്ല.
അടുത്ത നോക്ക്, ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യ തന്നെയാണ് അല്ലേ, ഇൻകം റിസീവ് ചെയ്യുന്നത് അക്രൂ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഇന്ത്യയിലാണെങ്കിൽ ഫുൾ ടാക്സബിൾ ആണ്, പക്ഷെ ഇവിടെ അക്രൂ ചെയ്യുന്നതും അറൈസ് ചെയ്യുന്നതും ഔട്ട്സൈഡ് ഇന്ത്യയാണ്. ഫ്രം എ ബിസിനസ് കൺട്രോൾ ഫ്രം ഔട്ട്സൈഡ്, ബിസിനസ് കൺട്രോൾഡ് എവിടെയാണ്, ഔട്ട്സൈഡ് ആണ്. പ്രൊഫഷൻ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്താണ് ഇതിൽ നിന്ന് എന്താ മാറ്റുള്ളത്, ഇവിടെ ബിസിനസിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വിദേശത്താണ്, അതോടൊപ്പം തന്നെ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണ്, സെറ്റപ്പ് ഇൻ ഇന്ത്യയാണ്, ശരിയല്ലേ? പക്ഷെ ഇതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയാണ്, വിദേശത്താണ്. അതുകൊണ്ട് തന്നെ ഓർഡിനറി റെസിഡൻറ്റിന് ടാക്സ് കൊടുക്കണം, നോട്ട് ഓർഡിനറിക്കും അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റിനും അവിടെ ടാക്സ് കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ആദ്യത്തത് മാത്രം ടാക്സ് കൊടുക്കണം, രണ്ടാമത്തതും മൂന്നാമത്തതും ടാക്സ് കൊടുക്കേണ്ടതില്ല. എന്തുകൊണ്ടാണ്, ബിസിനസ് കൺട്രോളും പ്രൊഫഷനും കിട്ടുന്നതും ഒക്കെ എവിടെയാണ്, വിദേശത്താണ്. അതുകൊണ്ട് ആദ്യത്തെ മാത്രം ടാക്സ് കൊടുക്കുക. ഓക്കെ, അടുത്ത ഓക്കെ, ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സസ്, വേറെ ഏത് സോഴ്സിൽ നിന്നും ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തത് മാത്രം ടാക്സ്. ഇതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ അല്ലേ, ശരിക്ക് ഔട്ട്സൈഡ് ഇന്ത്യയാണ് അല്ലേ, കൺട്രോളും ബിസിനസ്സും മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കിട്ടുന്നതും ഒക്കെ ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അതുകൊണ്ട് ആദ്യത്തെ മാത്രം ടാക്സബിൾ. അതുപോലെ തന്നെ ഇതും മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നും ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇൻകം റിസീവ് ചെയ്യുകയോ ജനറേറ്റ് ചെയ്യുകയോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആദ്യത്തെ മാത്രം ടാക്സബിൾ, ബാക്കി രണ്ടും നോട്ട് ടാക്സബിൾ. ലാസ്റ്റ് വൺ, ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബ്രോഡ് ടു ഇന്ത്യ ഇൻ ദി പ്രീവിയസ് ഇയർ. പണ്ടെന്നോ വർഷത്തിൽ വിദേശത്ത് കിട്ടിയിരുന്ന ഇൻകമാണ്, ആ ഇൻകം നമ്മുടെ ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലേക്ക് മാറ്റി ബ്രോഡ് ഫോർവേഡ് ചെയ്തു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിനും ടാക്സ് കൊടുക്കേണ്ടതില്ല. അതായത് ഏതോ വർഷം ജനറേറ്റ് ചെയ്തതാണ്, അന്ന് ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തു, അത് ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, മൂന്നിനും ടാക്സ് കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻകം ഇന്ത്യയിൽ കിട്ടുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടിയതായിട്ട് കണക്കാക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ജനറേറ്റ് ചെയ്തതായിട്ട് കണക്കാക്കുക. ഈ 4 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുൾ ടാക്സബിളാണ്. ഓർഡിനറിലി, നോട്ട് ഓർഡിനറിലി, നോൺ റെസിഡൻറ്റും ടാക്സബിളാണ്. അടുത്ത മാറ്റം വരുന്ന എന്താണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് വിദേശത്തും കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലും ആണെങ്കിൽ ആദ്യത്തെ 2 ടാക്സബിളും മൂന്നാമത്തെ നോട്ട് ടാക്സബിളും. പിന്നെയോ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റും വിദേശത്ത്, അതുപോലെ തന്നെ അതിൽ ഇൻകം റിസീവ് ചെയ്യുന്നതും അക്രൂ ചെയ്യുന്നതും ഒക്കെ വിദേശത്താണെങ്കിൽ ആദ്യത്തെ 1 മാത്രം ടാക്സബിൾ, ബാക്കിയുള്ള 2 നോട്ട് ടാക്സബിൾ. പിന്നെന്താ പറഞ്ഞത്, ഏതോ ഒരു വർഷത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്തു, അത് നമ്മളുടെ ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിൽ ഇങ്ങോട്ട് മാറ്റി. അങ്ങനെ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിനും നോൺ ടാക്സബിൾ ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസിഡൻസ് ഓഫ് ടാക്സിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ദി ഫോളോയിങ് ആർ ദി ഇൻകംസ് ഓഫ് മിസ്റ്റർ എ ഫോർ ദി പ്രീവിയസ് ഇയർ 2019-20, 2019-20 പ്രീവിയസ് ഇയറിലെ എയുടെ കുറച്ച് ഇൻകം തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് കാണണം, ഇൻസിഡൻസ് ഓഫ് ടാക്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ ഓരോ ഐറ്റം തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഐറ്റം ഇതാണ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇറാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ ₹5,000. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ഇറാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ബിസിനസ് എവിടെ നടത്തുന്നതാണ്, ഇറാനത്തെ ബിസിനസ്സാണ്. കിട്ടുന്നത് എവിടെയാണ്, ഇന്ത്യയിലാണ്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റം ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇറാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്നല്ലേ. ഒന്നാമത്തോടെ എടുത്ത് എഴുതുക, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇറാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ട് ഇവിടെ 5000 രൂപയാണ് എമൗണ്ട്. അപ്പോൾ നമ്മൾ 3 കോളത്തിലും 5000 രൂപ എഴുതുക, 3 കോളത്തിലും 5000 രൂപ എഴുതുക. ആൻസർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തായിട്ട് നോക്കുമോ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇറാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇറാനിൽ നിന്നും ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ട് 500 രൂപ. അതെവിടെ കിട്ടുന്നത്, ഇന്ത്യയിലാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഇതാണ് ഇവിടെ ഇൻകം ഫ്രം അറൈസിങ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇറാൻ റിസീവ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ആ 500 രൂപ ഇവിടെ എഴുതുക. മൂന്നിലും ടാക്സബിൾ അല്ലേ, കാരണം റിസീവ്ഡ് ഇൻ ഇന്ത്യയാണ്. മൂന്നാമത്തത്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ പാകിസ്ഥാൻ ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ പാകിസ്ഥാനാണ് അല്ലേ, വിദേശത്താണ് കിട്ടുന്നത്, വിദേശത്താണ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ. എവിടെ കിട്ടണമെന്ന് പറഞ്ഞു, എവിടെ കിട്ടണമെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ, അവിടെ ഒരു ബാങ്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു, 1000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്, അത് 1000 രൂപ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വിദേശത്താണ്, കിട്ടുന്നതും എവിടെ തന്നെയാണ്, വിദേശത്താണ്. അങ്ങനെയാണെങ്കിൽ ഏതാ വരിക, ഇത്
ഇതാണ് ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോൾഡ് ഫ്രം ഔട്ട്സൈഡ് ഓർ പ്രൊഫഷണൽ സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. കാരണം നമ്മുടെ ഇന്ത്യയിലാണ് കൺട്രോളിങ് ഓൺഷിപ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ മാത്രം ടാക്സിബിൾ, രണ്ടാമത്തെ മൂന്നാമത്തും നോൺ ടാക്സിബിൾ. അടുത്ത് നോക്കിക്കോ, പ്രോഫിറ്റ് ഓഫ് ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ പാകിസ്ഥാൻ ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ. ഒരു ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാനിൽ, അത് അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് എന്നിട്ട് പറഞ്ഞു ദിസ് ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഈ ബിസിനസ്സിൻ്റെ കൺട്രോളിങ് ഇന്ത്യയിലാണെന്ന് പറഞ്ഞു. എത്ര രൂപയാണ് ഇവിടെ? 20,000 രൂപയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പാകിസ്ഥാനത്തെ ബിസിനസ് നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കൺട്രോൾ ഇന്ത്യയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിലെ വരിക, എന്തെങ്കിലും വരിക? ഇതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വിദേശത്താണെങ്കിലും അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ ഇതിൽ വരും ഇൻകം റിസീവ്ഡ് ഓർ അക്രൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ബിസിനസ് കൺട്രോൾഡ് ഇൻ ഓർ പ്രൊഫഷണൽ സെറ്റപ്പ് ഇൻ ഇന്ത്യ. എന്ത് ചെയ്യണം? ആദ്യത്തെ രണ്ടെണ്ണത്തിൽ എമൗണ്ട് ചെയ്താണ്. ഇപ്പോൾ ഇവിടെ 20,000 രൂപയാണ്, ഇവിടെ 20,000 രൂപ ചെയ്താൽ, ഇവിടെ 20,000 രൂപ ചെയ്താൽ, ഇവിടെ ഒന്നും എഴുതും ചെയ്യരുത്, ഇവിടെ നോ ടാക്സ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, അടുത്ത് നോക്ക്, അക്രൂഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ അക്രൂ ചെയ്തതാണ്, ഇംഗ്ലണ്ടിലാണ് കിട്ടിയത് 20,000 രൂപ. എന്ത് ചെയ്യും? നമുക്കറിയാം ഇൻകം അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയുടെ ഇത്തരം എന്താണ്? ഫുൾ ടാക്സിബിൾ ആണ്. അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യ അല്ലേ? ഇവിടെ അക്രൂഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇന്ത്യയിൽ കിട്ടിയതായിട്ടല്ല. അപ്പോൾ ഈ 2,000 രൂപ ഫുൾ ടാക്സിബിൾ ആയിട്ടാണ് എഴുതേണ്ടത്. അടുത്തത്, പ്രോഫിറ്റ് ഏൺഡ് ഫ്രം ബിസിനസ് ഇൻ കാൻപൂർ. കാൻപൂരിലെ ഒരു ബിസിനസ്സിൽ നിന്നും പ്രോഫിറ്റ് കിട്ടിയത് 6,000 രൂപ. എന്താണ്? കാൻപൂർ ഇന്ത്യയിലുള്ളൊരു സ്ഥലമാണ്, ഇന്ത്യയിൽ നിന്നും റിസീവ് ചെയ്യുന്നതാണെങ്കിൽ 3ലും ടാക്സബിൾ. അടുത്തത്, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും അഗ്രികൾച്ചർ ഇൻകം കിട്ടി, ഇന്ത്യയിൽ നിന്നും അഗ്രികൾച്ചർ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 3ഉം എക്സംപ്റ്റഡ് ആയിട്ടാണ് എഴുതേണ്ടത്. പക്ഷേ ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അതെന്ത് ചെയ്യണം? ആദ്യത്തെ മാത്രം ടാക്സിബിൾ അല്ലേ? ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രം കിട്ടിയത്, ഇംഗ്ലണ്ട് കിട്ടി, അതിൻ്റെ കൺട്രോൾ മാനേജ്മെൻറ്റ് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ മാത്രം ടാക്സിബിൾ, രണ്ടാമത്തും മൂന്നാമത്തും നോൺ ടാക്സിബിൾ. അടുത്ത നോക്ക്, പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോഡ് ടു ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ ₹10,000. പണ്ടെന്നോ കിട്ടിയിട്ടുള്ള ടാക്സ് അടക്കാത്ത ഒരു എമൗണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് 10,000 രൂപ. ഏതാണ്? ലാസ്റ്റ് പണ്ടെന്നോ കിട്ടിയതാണ് ഇപ്പോൾ ബ്രോഡ് ഫോർവേഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? 3ലും നോൺ ടാക്സബിൾ ആയിട്ടാണ് എഴുതേണ്ടത്. നമ്മോട് പറഞ്ഞതാണ് ഫ്രം ദി എബോ പർട്ടിക്കുലേഴ്സ് അസർട്ടൈൻ ദി ടാക്സബിൾ ഇൻകം ഓഫ് മിസ്റ്റർ എ ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2020-21 ഇഫ് എ റെസിഡൻറ്റ്, ഇഫ് എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഇഫ് നോൺ റെസിഡൻറ്റ്. ഇതാണ് സംഭവം. ഇങ്ങനെ ഈ റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, നോൺ റെസിഡൻ്റ് ആയിരിക്കുമെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവം? ഇൻസിഡൻസ് ഓഫ് ടാക്സ് കാണാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഇൻസിഡൻസ് ഓഫ് ടാക്സ് കാണാനല്ല പറയാം, ഇതേപോലെ പറയും ഇഫ് എ റെസിഡൻറ്റ്, ഇഫ് എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇന്ത്യയിൽ കിട്ടിയോ എല്ലാവർക്കും ടാക്സിബിൾ, ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്തോ എല്ലാത്തിനും ടാക്സിബിൾ, ഇതിൻ്റെയൊക്കെ കരുതപ്പെട്ടോ എല്ലാത്തിനും ടാക്സിബിൾ. ഇന്ത്യയിൽ പുറത്ത് ഇൻകം കിട്ടി, അതിന് ബിസിനസ് കൺട്രോൾ ഇന്ത്യയിലുണ്ടോ 1,200 ടാക്സിബിൾ. ഇന്ത്യയിൻ്റെ പുറത്ത് കിട്ടി ബിസിനസ് കൺട്രോളിങ് ഔട്ട്സൈഡ് ആണെങ്കിൽ 1,100 മാത്രം ടാക്സിബിൾ. പണ്ടെന്നോ കിട്ടിയ ഇൻകം ഇപ്പോഴുള്ള പ്രീവിയസ് ഇയറിൽ ഇങ്ങോട്ട് ബ്രോഡ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ 3നും നോൺ ടാക്സിബിൾ ആയിട്ടാണ് എഴുതേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും പഠിക്കാം. ഓക്കെ, താങ്ക് യു.